ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. എൻ്റെ പേര് സന്ധ്യ. അപ്പം നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെമിസ്ട്രിയിലെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. അതിൽ ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 ക്വസ്റ്റ്യൻ കൂടി ആകുമ്പോഴേക്കും ഏകദേശം PSC ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ നമ്മളൊരു ഓട്ട പ്രദക്ഷിണമാകും. അപ്പോൾ എക്സാമിന് പോകുന്ന മുമ്പ് നമ്മളെന്തായാലും ലോഹങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടൊന്ന് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അറിയാൻ പറ്റാത്ത ടോപ്പിക്കുകൾ ഒരു കണക്റ്റഡ് ഫാക്ട്സും കൂടി പറയുന്നതുകൊണ്ട് അതും കൂടി നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അതേപോലെ നമ്മുടെ ചോക്ക് ബോർഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലും ഒരു ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. അതേപോലെ നമ്മുടെ പോളും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിലും ഉണ്ടാകും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? അത് അൽനിക്കോയാണ്. അൽനിക്കോ എന്താണ്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, പിന്നെ അയണും കൂടി ഉണ്ടാകും. അതാണ് നമ്മുടെ അൽനിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരകാന്തമാണ് ചോദിക്കുന്നതെങ്കിൽ, സ്ഥിരകാന്തമാണെങ്കിൽ അത് ഏതാണ്? അൽനിക്കോയാണ്. അപ്പോൾ എന്താ ലോഹസങ്കരം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ലോഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന മിശ്രിതത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോഹസങ്കരം എന്ന് പറയുന്നത്. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹസങ്കരം ഏതാ? മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം എന്ന് പറയുന്നത് ബ്രോൺസ് ആണ്. ഓടാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹസങ്കരം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ വിമാനങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാ? വിമാനം, അത് ഡ്യൂറാലുമിനാണ്. ഡ്യൂറാലുമിൻ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഡ്യൂറാലുമിൻ. എങ്കിൽ വിമാനത്തിൻ്റെ എൻജിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് ടൈറ്റാനിയമാണ്. ടൈറ്റാനിയം. ഓക്കെ, അതേപോലെ തന്നെ പ്രാചീന നമ്മുടെ ഈജിപ്തിൽ സ്വർണവും വെള്ളിയും ചേർന്നൊരു ലോഹസങ്കരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? അത് ഇലക്ട്രം എന്നാണ്. ഇലക്ട്രം, അതായത് ഇലക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾഡും അതേപോലെ സിൽവറിൻ്റെയും ഒരു മിശ്രിതം പ്രാചീന ഈജിപ്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഇലക്ട്രം എന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈദ്യുതകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്, സ്ഥിരകാന്തം നമ്മൾ പറഞ്ഞു അൽനിക്കോയാണെന്ന്. വൈദ്യുതകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് എന്ത്? പച്ചിരുമ്പ്. ഓപ്ഷൻ ഡി, പച്ചിരുമ്പാണ്. ഇനി എന്താണ്? ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് നിയോഡിമിയം. എന്താണ്? നിയോഡിമിയം. നിയോഡിമിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, കുറച്ച് ലോഹസങ്കരങ്ങളാണ്. എന്താണ്? അൽനിക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. കണ്ടോ? അൽനിക്കോ, ഇതാണ് അൽനിക്കോ. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. പിന്നെ കൂട്ടത്തിൽ എന്താണ്? ഇരുമ്പും കൂടി ഉണ്ടാകും. ബ്രോൺസ്, ഓട്. എന്താണ്? ചെമ്പും. ടിൻ എന്ന് പറഞ്ഞാൽ എന്താ? വെളുത്തീയം. ഓക്കെ, കറുത്തീയം ലെഡ് അല്ലേ, അപ്പോൾ വെളുത്തീയമാണ് ടിൻ എന്ന് പറയുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ എന്താണ്? ഇതേപോലെ തന്നെ ഇരുമ്പുണ്ട്, നിക്കലുണ്ട്, ക്രോമിയം ഉണ്ട്, കാർബൺ ഉണ്ട്. ബെൽ മെറ്റൽ എന്താണ്? ചെമ്പും ടിന്നും ചേർന്നുള്ളതിനെയാണ്. ഇൻവാർ എന്താണ്? നിക്കലും ഇരുമ്പും. നിക്രോം എന്ന് പറയുന്നത് നിക്കൽ, ഇരുമ്പ്, ക്രോമിയം. കണ്ട? നിക്രോം, ഇതാണ് നിക്രോം. ഇരുമ്പുണ്ട്, അതേപോലെ നിക്കലുണ്ട്, ക്രോമിയമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ട്? ഇരുമ്പും കൂടിയുണ്ട്. ഇലക്ട്രം എന്താണ്? സ്വർണവും വെള്ളിയും തമ്മിലുള്ള കൂടിച്ചേരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെ? വെങ്കലമാണ് ചോദിച്ചിരിക്കുന്നത്. വെങ്കലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്രോൺസ് അല്ലേ? ഏതാണ്? നമ്മുടെ വെളുത്തീയവും ചെമ്പുമാണ്. ഓപ്ഷൻ ബി, വെളുത്തീയവും ചെമ്പുമാണ്. ഇനി അതേപോലെ തന്നെയുള്ളതാണ് നമ്മുടെ നാണയം, അതേപോലെ പാത്രം, ആഭരണം, പ്രതിമ, ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്ന് പറയുന്നത് അലൂമിനിയം ബ്രോൺസ് ആണ്. എന്താണ്? അലൂമിനിയം ബ്രോൺസ് ആണ്. നാണയം, അതേപോലെ പാത്രം, ആഭരണം, പ്രതിമകൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അലൂമിനിയം ബ്രോൺസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അച്ചടി അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന ലോഹസങ്കരം. അച്ചടി അക്ഷരങ്ങൾ എന്താണ്? അത് ടൈപ്പ് മെറ്റലാണ് അച്ചടി അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന ലോഹസങ്കരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ അൽനിക്കോ ഉപയോഗിക്കുന്നത്? അൽനിക്കോ എന്തിനായിരുന്നു നമ്മൾ പറഞ്ഞു? എന്താണ്? സ്ഥിരകാന്തം നിർമ്മിക്കാനാണെന്ന് പറഞ്ഞു അൽനിക്കോ. ഇനി വൈദ്യുതകാന്തമാണെങ്കിൽ പച്ചിരുമ്പാണെന്ന് പറഞ്ഞു. ഇനി ഡ്യൂറാലുമിൻ എന്തിനാണ്? വിമാനത്തിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കാനാണ്. അതേപോലെ നിക്രോം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് നിക്രോം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെയും പെൻഡുലം, നമ്മുടെ ഇതിൻ്റെയൊക്കെ പെൻഡുലം നിർമ്മിക്കുന്ന ലോഹസങ്കരം എന്താണ്? അത് ഇൻവാറാണ്. ഇൻവാർ എന്ന് പറയുന്ന പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ ഇതിൻ്റെയൊക്കെ ഓരോ ലോഹസങ്കരം എന്താണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റെയിൻലെസ് സ്റ്റീലിന്
കാന്തിക ശക്തി എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുമ്പും അതേപോലെ കാർബണും ചേർന്നൊരു ലോഹസങ്കരമാണ് എന്ത് പറയുന്നത്? സ്റ്റീൽ എന്ന് പറയുന്നത്. ഈ സ്റ്റീലിൽ എന്താണ് 2% താഴെയാണ് എന്തുള്ളത്? കാർബൺ കാണപ്പെടുന്നത്. ഓക്കെ, ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന് കാന്തിക ശക്തി തീരെയില്ലാത്തൊരു വസ്തുവാണ് എന്താ? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ എന്തൊക്കെയുണ്ട്? നമുക്കറിയാം, ഇരുമ്പുണ്ട്, അതേപോലെ കാർബൺ ഉണ്ട്, അതേപോലെ ക്രോമിയം ഉണ്ട്, നിക്കലുണ്ട്. ഇത്രയും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് എലിവിഷമായിട്ട് ഉപയോഗിക്കുന്നത്? അത് ഓപ്ഷൻ ബി സിങ്ക് ഫോസ്ഫൈഡ് ആണ് എലിവിഷം. അപ്പോൾ എലിവിഷത്തിൻ്റെ ഇതെന്താണ്? സിങ്ക് ഫോസ്ഫൈഡ്. എന്താണ് സിങ്കിൻ്റെ ആറ്റോമിക നമ്പർ? സിങ്ക് എന്ന് പറഞ്ഞാൽ ആറ്റോമിക നമ്പർ 30. സിങ്കിൻ്റെ മറ്റു പ്രത്യേകത എന്തൊക്കെയാണ്? നാഗം എന്നറിയപ്പെടുന്നത് സിങ്കാണ്. അതേപോലെ സ്വേദന പ്രക്രിയ സിങ്കും അതേപോലെ മെർക്കുറിയുമൊക്കെ ശുദ്ധീകരിക്കുന്ന എന്താണ്? സ്വേദന പ്രക്രിയ വഴിയാണ്. കാര്യം എന്താണ്? അവയ്ക്കൊക്കെ എന്താണ്? ദ്രവണാംഗം പെട്ടെന്ന് ചൂടാക്കി കഴിഞ്ഞാൽ എന്താണ്? നമുക്കതിനെ ദ്രാവക രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇവയൊക്കെ സ്വേദനം എന്ന രൂപത്തിലാണ് ശുദ്ധീകരിക്കുന്നത്. ഇനി ഇൻസുലിൻ, നമ്മുടെ ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് എന്തെന്ന് പറയുന്നത്? സിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ പൗഡർ ക്രീമിലൊക്കെ അടങ്ങിയിരിക്കുന്നത് എന്താണ്? സിങ്ക് ഓക്സൈഡാണ് പൗഡർ, ക്രീം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പെയിൻറ്റിലെ വെളുത്ത വർണ്ണകം എന്ന് പറയുന്നത് ഏതാണ്? ഈ സിങ്ക് ഓക്സൈഡാണ് പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന വർണ്ണകം. അതേപോലെ എലിവിഷമായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ പറഞ്ഞു സിങ്ക് ഫോസ്ഫൈഡുമുണ്ട്. മറ്റൊന്നാണ് ആഴ്സനിക് സൾഫൈഡും എന്താണ്? എലിവിഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. സിങ്ക് ഫോസ്ഫൈഡും ആഴ്സനിക് സൾഫൈഡും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയിരിലടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് പറയുന്ന പേരാണ് എന്താ? അയിരിലെ മാലിന്യങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഗ്യാങ് എന്നാണ്. ഓക്കെ, ഗ്യാങ് അതായത് നമുക്കറിയാം, ഏതൊരു ലോഹം ഉൽപ്പാദിപ്പിക്കാനല്ലേ നമുക്ക് വേണ്ട എന്താണ്? ഒരു ലോഹധാതു, അതിനെയാണ് നമ്മൾ അയിരെന്ന് പറയുന്നത്. ഇനി ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എന്താണോ അതാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്യാങ്ങും ഫ്ലക്സുമായി കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? സ്ലാഗ് എന്ന് പറയുന്നത്. ഗ്യാങ്ങും ഫ്ലക്സും കൂടിച്ചേരുമ്പോൾ എന്ത് കിട്ടും? സ്ലാഗ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതാ? സാന്ദ്രീകരിച്ച അയിരിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന മാർഗ്ഗങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. സാന്ദ്രീകരണ രീതികളും നമുക്ക് പഠിക്കാനുണ്ട്, അതിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാനുള്ളതുണ്ട്. അതായത് നമുക്ക് മെയിനായിട്ട് എന്താണ് 3 ഭാഗമായിട്ടാണ് ഒരു ലോഹത്തെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് എന്താണ്? അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ആ ലോഹത്തെ വേർതിരിക്കൽ എന്ന് പറയുന്നത്. മൂന്നാമത്താണ് എന്ത്? ലോഹ ശുദ്ധീകരണം. ഇങ്ങനൊരു 3 പ്രോസസ്സുകളിലൂടെയാണ് എന്തെന്ന് പറയുന്നത്? ലോഹനിഷ്കർഷണം, മെറ്റലർജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സാധ്യമാകുന്നത്. അപ്പം നമ്മൾ അയിരുകളുടെ സാന്ദ്രീകരണത്തിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഫസ്റ്റ് എന്താണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ഇത് നമ്മുടെ 10th ലോഹനിർമ്മാണം എന്ന് പറയുന്നൊരു ചാപ്റ്റർ നല്ല വൃത്തിക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, പിന്നെ എന്താണ്? പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? അതേപോലെ കാന്തിക വിഭജനം, ഇതെല്ലാം എന്താണ്? അതേപോലെ ലീച്ചിങ്, ഇതൊക്കെ സാന്ദ്രീകരണത്തിൻ്റെ രീതികളാണ്. ലീച്ചിങ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അത് കഴിയുമ്പോഴാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത്. അതിന് എന്തൊക്കെ രീതിയാണ്? ഒന്ന് കാൽസിനേഷനാണ്. പിന്നെ എന്താണ്? റോസ്റ്റിംഗ് ആണ്. കാൽസിനേഷനും റോസ്റ്റിങ്ങുമാണ് മെയിനായിട്ട് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന 2 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വായുവിൻ്റെ അസാന്നിധ്യം, അവിടെ വായുവില്ല, വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് കാൽസിനേഷൻ നടക്കുന്നത്. റോസ്റ്റിംഗ് എന്താണ്? വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് റോസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്ത്? നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ്, അതായത് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ്, കാൽസിനേഷനും റോസ്റ്റിങ്ങുമാണ് എന്ത്? സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റുന്ന പ്രക്രിയ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? കാൽസിനേഷനും റോസ്റ്റിങ്ങും. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി, ഓൺലി 2 ആൻഡ് C എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകമായി മാറുന്ന അലോഹം ഏതാണെന്ന് നമുക്കറിയാം. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? അത് മെർക്കുറി ആണെന്നറിയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അലോഹം. അതേതാണ്? ഓപ്ഷൻ ബി ബ്രോമിൻ ആണ്. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണുന്ന അലോഹമാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. ഇനി ബ്രോമിൻ ഇങ്ങനെയാണ് അതിൻ്റെ പ്രതീകം. ബ്രോമിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 35 ബ്രോമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹാലോജൻ ഗ്രൂപ്പിൽ വരുന്നതാണ്. നമുക്കറിയാം ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഡിസ്ചാർജ് ലാമ്പിൽ നിന്നും പച്ച നിറത്തിലുള്ള പ്രകാശം ലഭിക്കുന്നു. ഇതിൽ നിറച്ചിരിക്കുന്ന വാതകം ഏത് വാതകമാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണ്? എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത് വാതകം നിറച്ചാലാണ് ഇന്ന കളർ കിട്ടുന്നത് എന്നുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ക്ലോറിൻ ആണ്. ക്ലോറിൻ നിറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? പച്ച കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെ കളറാണെന്ന് നോക്കണ്ടേ? ഓക്കെ, ബൾബിന് ചുവപ്പ് നിറമാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കേണ്ടത് എന്താണ്? നൈട്രജൻ ആണ്. നീലയാണെങ്കിൽ ഹൈഡ്രജൻ നിറയ്ക്കണം. മഞ്ഞയാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൽ നിറയ്ക്കേണ്ട വാതകം ഏതാണ്? സോഡിയമാണ്. ഓറഞ്ച് ആണെങ്കിൽ നിയോണും, വെള്ളയാണെങ്കിൽ എന്താണ്? മെർക്കുറിയുമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ചുവപ്പ് നൈട്രജൻ, നീല ഹൈഡ്രജൻ, മഞ്ഞ സോഡിയം, ഓറഞ്ച് നിയോൺ, വെള്ള മെർക്കുറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നത്? ക്ലോറൈഡുകളെ തിരിച്ചറിയുന്നത്. ക്ലോറൈഡുകളെ, അതായത് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് സിൽവർ നൈട്രേറ്റ് ലൈൻ ഉപയോഗിച്ചാണ് എന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. ഓക്കെ, അതേപോലെ നൈട്രേറ്റ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഉണ്ട്. നമ്മൾ പണ്ട് നൈട്രേറ്റ് തിരിച്ചറിയുന്ന എന്താണ്? ബ്രൗൺ റിംഗ് ടെസ്റ്റ്. നമ്മൾ +1 +2 സയൻസ് എടുത്തവർക്ക് അറിയാം ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്താണെന്നുള്ളത്. നല്ല രസമാണ് അത് കാണാനായിട്ട്. ബ്രൗൺ റിങ് നല്ലൊരു, ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് ഇവിടെ ഇങ്ങനെ നല്ലൊരു റിങ് പോലെ ഈ ഒരു ബ്രൗൺ കളറിൽ കാണാൻ പറ്റും. അപ്പോൾ അതെന്തിൻ്റെ സാന്നിധ്യമാണ്? നൈട്രേറ്റിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് എന്ത്? ബ്രൗൺ റിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ കാർബണേറ്റിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് ഏത് ഉപയോഗിച്ചാണ്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാർബണേറ്റിൻ്റെ തിരിച്ചറിയുന്നത്. ഓക്കെ, സൾഫേറ്റ് അയോണുകളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? സൾഫേറ്റ് അയോണുകളാണെങ്കിൽ ബേരിയം ക്ലോറൈഡും അതേപോലെ തന്നെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും, നേർപ്പിച്ച HCl കൂടി കൂടിച്ചേർന്നാണ് എന്താ? സൾഫേറ്റുകളെ തിരിച്ചറിയുന്നത്, സൾഫേറ്റ് അയോണുകളെ. നൈട്രേറ്റ് അയോണുകളാണെങ്കിൽ അത് ബ്രൗൺ റിംഗ് ടെസ്റ്റും, കാർബണേറ്റുകളെ തിരിച്ചറിയാനായിട്ട് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും, സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ച് എന്തിനെയാണ് തിരിച്ചറിയുന്നത്? ക്ലോറൈഡുകളെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലോറിൻ്റെ ആറ്റോമിക സംഖ്യ എന്താ? ക്ലോറിൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. ക്ലോറിൻ എന്താണ്? 17 ക്ലോറിൻ്റെ ആറ്റോമിക നമ്പർ. നമുക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് അറിയാവോ? ആദ്യമായി കണ്ടെത്തിയ ഹാലോജനാണ് എന്തെന്ന് പറയുന്നത്? ക്ലോറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ക്ലോറിൻ ആരാണ് കണ്ടുപിടിച്ചത്? അത് കാൾ ഷീലയാണ് ക്ലോറിൻ കണ്ടുപിടിച്ചത്. അതായത് HCl-ഉം MnO2 മാംഗനീസ് ഡയോക്സൈഡും കൂടി ചേർന്ന് ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ക്ലോറിൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതേപോലെ ക്ലോറിന് 1810 ഇതിൻ്റെ മൂലക സ്വഭാവം സ്ഥാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനമാക്കി ക്ലോറിൻ എന്ന പേര് നൽകിയത്. ക്ലോറിൻ കണ്ടുപിടിച്ചത് ഷീലയാണെങ്കിൽ ക്ലോറിൻ എന്ന പേര് നൽകിയത് ആരാണ്? അത് ഡേവിയാണ്. ഡേവി. ഓക്കെ, പേപ്പർ നിർമ്മാണത്തിൽ ബ്ലീച്ചിങ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? പേപ്പർ നിർമ്മാണത്തിലെ ബ്ലീച്ചിങ് ഏജൻ്റാണ് എന്തെന്ന് പറയുന്നത്? നമുക്കറിയാം ക്ലോറിനാണ് ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? ക്ലോറിനാണ്. അതേപോലെ നീന്തൽ കുളങ്ങളൊക്കെ, നമ്മുടെ സ്വിമ്മിംഗ് പൂളൊക്കെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്ലോറിനാണ്. പിന്നെ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ, നമ്മൾ ഇതിലൊക്കെ ഉപയോഗിക്കത്തില്ലേ, കിണറ്റിലൊക്കെ ഇടുന്ന ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? ക്ലോറിനാണ്. ഇനി ഈ ക്ലോറിനിൽ ബ്ലീച്ചിങ് പ്രവർത്തനം നടക്കുന്ന എന്തിലൂടെയാണ്? അത് ഓക്സീകരണത്തിലൂടെയാണ്. ഓക്സീകരണം എന്ന പ്രോസസ്, ക്ലോറിനിൽ ബ്ലീച്ചിങ് എന്ന പ്രവർത്തനം നടക്കുന്ന എന്താണ്? ഓക്സീകരണത്തിലൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കാർ വക പൊതുപൈപ്പുകളിലൂടെയുള്ള ജലം ശുദ്ധീകരിക്കുന്നത് ഏത് രാസവസ്തു ഉപയോഗിച്ചിട്ടാണ്? ഏതാണ്? അത് ക്ലോറിനാണ്. ക്ലോറിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെള്ളം ശുദ്ധീകരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? എൻഡോസൾഫാൻ ഏതാണ്? അത് ഓർഗാനോക്ലോറിൻ ആണ്. ഓർഗാനോക്ലോറിൻ എന്നതാണ് എൻഡോസൾഫാൻ എന്ന് പറയുന്നത്. അതായത് C9H6Cl6O3S ഇതാണ് എൻഡോസൾഫാൻ്റെ രാസസൂത്രവാക്യം എന്ന് പറയുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരായ കേരളത്തിലെ ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. എൻഡോസൾഫാൻ്റെ സമരനായിക എന്ന് അറിയപ്പെടുന്ന ആരാണ്? അത്
ലീലാകുമാരി അമ്മയാണ് എൻഡോസൾഫാൻ്റെ സമരനായിക എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ പലയിടത്തായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. എന്താണ്? ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്ന് പറയുന്നത് എൻഡോസൾഫാൻ പലയിടങ്ങളിലായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഓക്കെ, എന്നാണ് എൻഡോസൾഫാനെ സുപ്രീം കോടതി നിരോധിക്കുന്നത്? അത് 2011 മെയ് 13 എൻഡോസൾഫാനെ നിരോധിക്കുന്നത്. എൻഡോസൾഫാൻ രാജ്യാന്തര തലത്തിൽ തന്നെ നിരോധിക്കാനായിട്ട് ഒരു കൺവെൻഷൻ നടന്നു. അതേതാണ്? അതാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്ന് പറയുന്നത്. ജനീവയിൽ 2011 ഏപ്രിൽ 29 ജനീവയിൽ നടന്ന കൺവെൻഷൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? രാജ്യാന്തര തലത്തിൽ തന്നെ എന്ത് ചെയ്യുന്നത്? ഇത് നിരോധിക്കുന്നത്. ഓക്കെ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ഉൽപ്പാദിപ്പിച്ച രാജ്യമായിരുന്നു ഏത്? ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ദുരന്തം വിധിച്ച എൻഡോസൾഫാൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിച്ചത് നമ്മുടെ ഇന്ത്യയിലായിരുന്നു. അതേപോലെ തന്നെ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടൊരു ചിത്രമുണ്ട്. ഏതാണത്? അതായത് എൻഡോസൾഫാൻ ദുരന്തം കേന്ദ്ര വിഷയമാക്കി പുറത്തിറങ്ങി ഒത്തിരി പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചൊരു ചിത്രമാണ് എന്ത്? വലിയ ചിറകുള്ള പക്ഷികൾ. ആരാണ് വലിയ ചിറകുള്ള പക്ഷികളുടെ സംവിധായകൻ? അത് ഡോക്ടർ ബിജു ആയിരുന്നു വലിയ ചിറകുള്ള പക്ഷികൾ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻഡോസൾഫാൻ ഇരകളുടെ നേർക്കാഴ്ച വരച്ചു കാട്ടിയ മനോജ് ഖാന. ആരാണ്? മനോജ് ഖാന സംവിധാനം ചെയ്തൊരു മലയാള ചിത്രമുണ്ട്. അതിൻ്റെ പേരെന്താണ്? അമീബ. അപ്പോൾ ഈ വലിയ ചിറകുള്ള പക്ഷികളും അമീബയും രണ്ടും എന്താണ്? എൻഡോസൾഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ്. മനോജ് ഖാനയാണ് അമീബയുടെ സംവിധായകനെങ്കിൽ ഡോക്ടർ ബിജു ആണ് വലിയ ചിറകുള്ള ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത്. അതേപോലെ ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മുടെ PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് എൻ മഗജെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എൻഡോസൾഫാൻ ദുരന്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നൊരു നോവലാണ്. ആരാണ് അത് എഴുതിയത്? അംബികാസുധൻ മങ്ങാടിൻ്റെ എൻഡോസൾഫാൻ ദുരന്തബാധിതരെ പറ്റിയുള്ള കൃതിയാണ് എന്ത്? എൻ മഗജെ എന്നുള്ളത്. എൻഡോസൾഫാൻ ദുരന്തം അന്വേഷിക്കാനായിട്ട് 2 കമ്മീഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കേന്ദ്ര സർക്കാർ കമ്മീഷനാണ് എന്ത്? DD മായി കമ്മീഷനും കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് C. അച്യുതൻ കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും വിട്ടുകളയരുത്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? വലിയ ചിറകുള്ള പക്ഷികളും അമീബയും പറഞ്ഞു അല്ലേ? രണ്ടും എന്താണ്? എൻഡോസൾഫാൻ കേന്ദ്ര വിഷയമാക്കി ഇറങ്ങിയ സിനിമകളാണ്. വലിയ ചിറകുള്ള പക്ഷികളുടെ സംവിധായകൻ ഡോക്ടർ ബിജുവും അമീബയുടെ സംവിധായകൻ ആരായിരുന്നു? മനോജ് ഖാനയുമാണ്. അതേപോലെ 2 കമ്മീഷനുണ്ട്. കേന്ദ്ര തലത്തിലുമുണ്ട്, സംസ്ഥാന തലത്തിലുമുണ്ട്. കേന്ദ്ര തലത്തിലെ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? DD മായി കമ്മീഷൻ. സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ അതാരാണ്? C. അച്യുതൻ കമ്മീഷൻ. പിന്നെ അതേപോലെ എൻ മഗജെ എന്ന നോവലും അംബികാസുധൻ മങ്ങാടിനെയും പറഞ്ഞു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോഹദ്യുതിയുള്ള അലോഹമാണ് അയഡിനാണ്. അതായത് നമ്മുടെ കടൽപ്പായലിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് അയഡിൻ എന്ന് പറയുന്നത്. പിന്നെന്താ നമുക്ക് പറയാനുള്ള? തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടല്ലേ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മൂലകമാണ് അയഡിൻ. ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംയുക്തമാണ് എന്ത്? ടിങ്ചർ അയൺ എന്ന് പറയുന്നത്. ടിങ്ചർ അയഡിൻ. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് അന്നജം പരിശോധന. എന്താണ്? അത് നമ്മുടെ അയഡിൻ ലായനി ഉപയോഗിച്ചിട്ടാണ്. അയഡിൻ ലായനി ഒഴിക്കുമ്പോൾ നീല നിറമാകുമ്പോൾ എന്താണ്? അതിൽ അന്നജം ഉണ്ടെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുടിവെള്ളത്തിൽ അനുവദീയമായ ഫ്ലൂറിൻ്റെ അളവെത്ര? കുടിവെള്ളത്തിൽ അനുവദീയമായത് 1 ppm ആണ്. ഓക്കെ, ക്ലോറിൻ്റെ അളവ് എത്രയാണ്? ക്ലോറിൻ എന്ന് പറയുന്നത് 4 ppm ആണ്. ഓക്കെ, ക്ലോറിൻ 4ഉം അതേപോലെ ഫ്ലൂറിൻ ആണെങ്കിൽ അത് 1 ppm ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. കാര്യം ഇത് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് LDCക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചു. അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാകുമ്പോഴാണെന്ന്? അത് ഓപ്ഷൻ D ക്ലോറിൻ ആണ്. ഓക്കെ, ജലം ശുദ്ധീകരിക്കാനായിട്ട്. അതേപോലെ 1-ാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി രാസായുധമായി ഉപയോഗിച്ച വാതകമായിരുന്നു ക്ലോറിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകമാണ്. PVCയിൽ അടങ്ങിയിരിക്കുന്ന ഹാലോജനാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ഏതിനാണ്? ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ഉള്ളത് ക്ലോറിനാണ്. പഠിച്ചു വെച്ചോ. ബീറ്റ് ഫോറസ്റ്റ് 2023 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ +1 +2 ടോപ്പിക്കാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. എന്താണ് ചുവടെ, അതായത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ഉള്ളത് ഏതിനാണ്? ക്ലോറിനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏത്? സ്വാഭാവിക റബ്ബർ ഏതാണ്? സൾഫറാണ്. സൾഫറാണ് നമ്മൾ റബ്ബറിൻ്റെ ഇതിൽ ചേർക്കുന്നത്. അതായത് നമ്മുടെ ബ്രിംസ്റ്റോൺ എന്നറിയപ്പെടുന്ന എന്താണ്? ബ്രിംസ്റ്റോൺ എന്നറിയപ്പെടുന്നത് നമ്മുടെ സൾഫറാണ്. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന ആരാണ്? കോപ്പറിൻ്റെ ശത്രുവാണ് എന്ത്? സൾഫർ എന്ന് പറയുന്നത്. അതേപോലെ സൾഫർ വായുവിൽ ജ്വലിക്കുന്നതാണ്. അതിൻ്റെ കളർ എന്ത് വരും? നീല നിറം വരും. ഓക്കെ, റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? സൾഫർ ചേർക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നാഗം എന്ന് പറഞ്ഞാൽ സിങ്കാണ് എങ്കിൽ ഗന്ധകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗന്ധകം എന്ന് പറഞ്ഞാൽ അത് സൾഫറാണ്. ഗന്ധകം എന്ന് പറഞ്ഞാൽ അത് സൾഫറാണ്. ഓക്കെ, സൾഫറിൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണെന്നറിയോ? അതാണ് ഫ്രാഷ് പ്രക്രിയ. സൾഫർ ഫ്രാഷ് പ്രക്രിയ. സൾഫർ അയിരുകളുടെ പ്രധാന സാന്ദ്രണ രീതിയാണ് എന്ത്? പ്ലവന പ്രക്രിയ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയും. പ്ലവന പ്രക്രിയ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഏതാണെന്ന്? അമോണിയ വാതകം ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്നത് അത് കാൽസ്യം ഓക്സൈഡാണ്. അമോണിയ വാതകം ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഐസ് ഫാക്ടറികളിൽ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? അത് അമോണിയയാണ്. ഐസ് ഫാക്ടറികളിലെ കൂളൻ്റ്. ഓക്കെ, എങ്കിൽ നമ്മുടെ റെഫ്രിജറേറ്റർ, നമ്മുടെ ഫ്രിഡ്ജുകളിലെ കൂളൻ്റ് എന്താണ്? ഫ്രിഡ്ജുകളിലെ കൂളൻ്റ് എന്ന് പറയുന്നത് ഫ്രിയോൺ ആണ്. ഫ്രിയോൺ. തിരിഞ്ഞു പോകരുതേ. അതേപോലെ അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയാണ്. ഓക്കെ, ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഒരു ഉൾപ്രേരകമുണ്ട്. അതറിയപ്പെടുന്ന സ്പോഞ്ചി അയണാണ്, അഥവാ ഇരുമ്പ്. സ്പോഞ്ചി അയൺ എന്നാണ് സാധാരണ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളത്. അമോണിയയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണത്? സ്പോഞ്ചി അയണാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 20 ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ LDCക്കോ ആയിക്കോട്ടെ, LPUP, LGS ഒക്കെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്